പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് സഖാവ് അഴീക്കോടൻ രാഘവൻ്റെ രക്തസാക്ഷി ദിനമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന ഒരു പോരാളിയെ തൃശ്ശൂർ നഗരത്തിലിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തൃശ്ശൂർ നഗരത്തിൽ അതിനുശേഷവും നമ്മുടെ ഏതാനും പ്രിയപ്പെട്ട സഖാക്കൾ അക്രമികളാൽ രക്തസാക്ഷികളാവുകയുണ്ടായി. സഖാവ് KR തോമസ്, സഖാവ് EK ബാലൻ, സഖാവ് കൊച്ചനിയൻ, 3 വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഈ നഗര പ്രാന്തങ്ങളിൽ രക്തസാക്ഷികളായി. ഇതിൽ സഖാവ് അഴീക്കോടൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്നതിനൊപ്പമാണ് സഖാവ് അഴീക്കോടനും വളർന്നത്. പാർട്ടിയുടെ രൂപീകരണം, തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൊഴിലാളി സംഘടനകളും കൃഷിക്കാരുടെ പ്രസ്ഥാനങ്ങളും വ്യാപിക്കുന്ന 40കളുടെ അവസാനവും 50കളും കഴിഞ്ഞ നൂറ്റാണ്ടിലെ വലിയ വിപ്ലവ മുന്നേറ്റങ്ങളുടെ ഒരു കാലം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലിയ തോതിൽ അടിച്ചമർത്താൻ ഇന്ത്യൻ ഭരണവർഗം സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പും സ്വാതന്ത്ര്യാനന്തരവും നടത്തിയ തുടർച്ചയായ കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ച് തോൽപ്പിച്ചാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ അടിത്തറ വികസിപ്പിച്ചത്. 30കളുടെ അവസാനം മുതൽ 1965 പാർട്ടി രണ്ടാവുന്നതുവരെയുള്ള ഒരു കാലം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വലിയ ആശയ സംവാദങ്ങളുടെയും തൊഴിലാളി സമരങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടന്ന കാലം. ആ കാലത്തിനൊപ്പമാണ് സഖാവ് അഴീക്കോടൻ നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കൺവീനറായി, തൊഴിലാളി കർഷക സമരങ്ങളുടെ മുൻനിരക്കാരനായി ജ്വലിച്ചു നിന്ന നേതാവിനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കാബാലികർ തൃശ്ശൂർ നഗരത്തിൽ കൊലപ്പെടുത്തിയത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മഹാചരിത്രത്തിലെ ഉണങ്ങാത്ത മുറിവായി ആ സംഭവം ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർഗശത്രുക്കൾ ലക്ഷ്യം വെക്കുന്നത് സാധാരണ പ്രവർത്തകരെ മാത്രമല്ല, നമ്മുടെ നേതാക്കളെ കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സഖാവ് അഴീക്കോടൻ്റെ രക്തസാക്ഷിത്വം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും അതിൻ്റെ ആശയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിൻ്റെ അടിത്തറയിലാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. 1964 പാർട്ടി രണ്ടായി പിരിഞ്ഞ ഒരു സന്ദർഭത്തിൽ
ശരിയായ രാഷ്ട്രീയ നിലപാടിൽ കേരളത്തിലെ പാർട്ടിയെയും ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്താൻ വലിയ പരിശ്രമം നടത്തിയ നേതാക്കളിൽ ഒരാളാണ് സഖാവ് അഴീക്കോട്. അതോടൊപ്പം തന്നെ അതിതീവ്രവാദത്തിൻ്റെ വഴിയിലേക്ക് വഴിതെറ്റിപ്പോകാൻ ഒരു കൂട്ടം സഖാക്കൾ തയ്യാറായപ്പോൾ ഏറ്റവും ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ത്യാഗപൂർവമായ പ്രവർത്തനമാണ് സഖാവ് അഴീക്കോടൻ നടത്തിയത്. സഖാവ് അഴീക്കോടൻ കൊല്ലപ്പെട്ടപ്പോൾ ഒരു കാര്യം കേരളത്തിലെ പൗര സമൂഹം അറിയുകയുണ്ടായി. അത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മാതൃകാപരമായ ഒരു പൊതുജീവിതത്തിനുടമയാണ് അദ്ദേഹം എന്നുള്ളതായിരുന്നു. സ്വന്തമായി കിടപ്പാടമുണ്ടായിരുന്നില്ല ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർക്ക്. അത്ഭുതാചരങ്ങളോടുകൂടിയല്ലാതെ അഴീക്കോടൻ്റെ പേരും സ്മരണയും നമുക്ക് ഓർത്തെടുക്കാനാവില്ല. CPIM ആ പാർട്ടിയിൽ മാത്രമാണ് അഴീക്കോടന്മാരുണ്ടാവുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പാർട്ടിയും നമ്മുടെ ചെങ്കൊടിയും ഉയർന്നു പാറുന്ന കാലത്തോളം അഴീക്കോടൻ രക്തസാക്ഷിത്വം ഈ പാർട്ടി ഓർത്തെടുക്കുക തന്നെ ചെയ്യും. CPIM ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ മഹിമയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗ സമരത്തിൻ്റെ വഴിയിൽ മികവാർന്ന ജനകീയ പ്രതിരോധങ്ങളും പോരാട്ടങ്ങളും നടത്താൻ നമ്മുടെ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഒരു തുടർ ഭരണം വന്ന സാഹചര്യമുണ്ട്. ചെറിയ ഒരു നേട്ടമല്ല ആ നിലയിൽ കേരളം ആർജിച്ചെടുത്തത്. തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ കാലുറപ്പിച്ച് ഇന്ത്യയിലാകെ പടർന്നു കയറാൻ വലിയ പരിശ്രമം നാം നടത്തുന്ന ഒരു സന്ദർഭമാണിത്. വലിയ അക്രമങ്ങൾ നമ്മുടെ പാർട്ടിക്കെതിരായി നടക്കുകയാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പടിഞ്ഞാറൻ ബംഗാളിലും ത്രിപുരയിലും നമുക്ക് തിരഞ്ഞെടുപ്പ് തിരിച്ചടികളുണ്ടായി. അവിടങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ വിഷമത ഉണ്ടാക്കുന്നതാണ്. എല്ലാ കോണുകളിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ പാർട്ടി ആ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത ദിവസമാണ് ത്രിപുരയിലെ CPIM പ്രതിപക്ഷ നേതാവും ത്രിപുരയിലെ 25 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന സഖാവും CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് മണിക് സർക്കാർ ആക്രമിക്കപ്പെടുന്നത്. സ്വന്തം നിയോജക മണ്ഡലത്തിലേക്കുള്ള പ്രവേശനമാണ് മണിക് സർക്കാരിന് ത്രിപുര ഭരണകൂടം നിഷേധിക്കുന്നത്. ഏതാനും മാസങ്ങളായി അദ്ദേഹത്തെ സ്വന്തം നിയോജകമണ്ഡലത്തിൽ പോകാൻ അനുവദിക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്മവീര്യം കീഴടങ്ങലിൻ്റേതല്ല, പോരാട്ടത്തിൻ്റേതാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് മണിക് സർക്കാരും സഖാക്കളും ഈ വലിയ ആക്രമണത്തിൻ്റെ മുന്നിൽ പ്രതിരോധവുമായി നിലയുറപ്പിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ സഹായത്തോടു കൂടി നിരവധി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ, സബ് ഡിവിഷൻ ഓഫീസുകൾ, ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ ഇവയെല്ലാം ആക്രമിക്കുകയുണ്ടായി. CPIMൻ്റെ ത്രിപുര സംസ്ഥാന കമ്മിറ്റി ഓഫീസും ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ആദിവാസികൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പാർട്ടിയുടെ പ്രവേശനം തന്നെ നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ത്രിപുരയിൽ നടക്കുന്നത്.
സഖാവ് മണിക് സർക്കാർ പറയുകയുണ്ടായി. ഈ കടന്നാക്രമണത്തിൻ്റെ മുന്നിൽ തോറ്റുമടങ്ങാനല്ല, പൊരുതി മുന്നേറാനാണ് CPIM തയ്യാറാവുക എന്നത്. കേരളത്തിലിരുന്നു കൊണ്ട് പോരാടുന്ന ത്രിപുരയിലെ സഖാക്കൾക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലും ആക്രമിക്കുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്യുന്ന ത്രിപുരയിലെ അവസ്ഥക്കെതിരായ പൊതുമുന്നേറ്റത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. പടിഞ്ഞാറൻ ബംഗാളും ത്രിപുരയിലും നമ്മുടെ പാർട്ടിക്ക് നേരെ നടത്തുന്ന വലിയ അതിക്രമങ്ങളെ അതിജീവിക്കാനുള്ള പോരാട്ടങ്ങൾ ആ സംസ്ഥാനങ്ങൾക്കകത്തും ദേശീയമായി തന്നെ നമ്മളെല്ലാവരും ഒത്തുചേർന്നും നടത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. എന്തുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ CPIM നേരെ വരുന്നത് എന്നത് നാം പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന സംഘപരിവാർ, പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന BJP, അതിൻ്റെ നയങ്ങളുടെ വൈകല്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. BJP അധികാരത്തിലേക്ക് വരുമ്പോൾ തന്നെ CPIM ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് വരുന്ന ഒരു പാർട്ടിയാണ്. കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് BJP ഇന്ത്യയിൽ സംരക്ഷിക്കാൻ പോകുന്നത്. ആ കോർപ്പറേറ്റ് താല്പര്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മുടെ മികച്ച പൊതുമേഖലാ സംവിധാനങ്ങളുടെ ആകെ അടിത്തറ ഇളക്കി ഇന്ത്യയിലും വിദേശത്തുമുള്ള കോർപ്പറേറ്റുകൾക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. അതീവ ജാഗ്രതയോടുകൂടി കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യമാണിത്. രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നമ്മുടെ രാജപാതകൾ, ദേശീയ ഹൈവേകൾ, നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ, പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, ഇവയെല്ലാം സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറുകയാണ്. 6 ലക്ഷം കോടി രൂപയുടെ ആസ്തികളാണ് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഈ BJP ഗവൺമെൻറ് സ്വകാര്യ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കൈമാറ്റം ചെയ്യാൻ പോകുന്നത്. രാജ്യത്തിൻ്റെ പൊതുമേഖലയും പൊതുവിതരണ സമ്പ്രദായവും ഇല്ലാതാവാൻ പോവുകയാണ്. ഒരു രാജ്യം നിന്ന നിൽപ്പിൽ തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. ജനങ്ങളുടെ സ്വത്ത് തീവെട്ടി കൊള്ള നടത്താൻ വലിയ മുതലാളിമാർക്ക് പരിചരണം നൽകുന്ന ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ BJP അതിൻ്റെ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടുകൾ, തുറമുഖങ്ങൾ, വിമാന കമ്പനികൾ, പ്രതിരോധ മേഖലയിലെ ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമുള്ള സ്ഥാപനങ്ങൾ, ഇവയെല്ലാമാണ് കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നത്. ലോകചരിത്രത്തിലെ അപൂർവമായ സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. വിസ്മൃതമാക്കപ്പെടുന്നത് പാവപ്പെട്ടവൻ്റെ താല്പര്യങ്ങളാണ്. ദുർബലനായ മനുഷ്യൻ്റെ ജീവിത പ്രയാസങ്ങളിൽ ഒരു സഹായവും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല എന്ന ദുരവസ്ഥയാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രത്യേകത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ പ്രസ്ഥാനമാണ്, തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ്. ഈ വലിയ കൊള്ളക്കെതിരായി ജനങ്ങളുടെ ഏറ്റവും വിപുലമായ പ്രതിരോധത്തെ രൂപപ്പെടുത്തുക എന്ന വലിയ ഉത്തരവാദിത്വം CPIM-നുണ്ട്. ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. വലിയ പ്രയാസകരമായ സന്ദർഭത്തിൽ പോലും ജനങ്ങളെ സഹായിക്കാൻ ഈ കേന്ദ്ര ഗവൺമെൻറ് വരുന്നില്ല. കോവിഡ് മഹാമാരിയുടെ മുമ്പിൽ ജനങ്ങളെ സഹായിക്കാനല്ല, ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനും സ്വകാര്യവൽക്കരിക്കാനുമാണ് BJP കേന്ദ്ര ഗവൺമെൻറ്
പരിശ്രമിക്കുന്നത്. ഈ രാജ്യത്തിന് നേരെ നടക്കുന്ന ഏറ്റവും വലിയ അതിക്രമമായി വേണം ഈ തീവ്ര സ്വകാര്യവൽക്കരണത്തെ കാണാൻ. ആരാണ് പ്രതിരോധിക്കുക എന്ന ചോദ്യമുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനാവും, ഈ സാമ്പത്തിക നയം ഇതുപോലെ നടപ്പിലാക്കാൻ BJPക്ക് പശ്ചാത്തലമൊരുക്കി കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയുടെ അവസരവാദ നയങ്ങളാണ്. ഒരു ഘട്ടത്തിലും ഈ സാമ്പത്തിക നയത്തിനെതിരായ വിപുലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടില്ല. കോൺഗ്രസിന് അധികാരം കിട്ടിയിടത്തെല്ലാം ഇതേ നയങ്ങൾ തന്നെയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ കാര്യങ്ങളെ തിരിച്ചറിയണം. ജനകീയ പ്രതിരോധങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇപ്പം GSTയുടെ മറവിൽ സംസ്ഥാനങ്ങളുടെ അധികാരമാണ് ഇല്ലാതാവുന്നത്. 2-3 കൊല്ലം കഴിഞ്ഞാൽ കേരളം പോലെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ദൈനംദിന നിലനിൽപ്പിനെ തന്നെ അപകടമാക്കുന്ന തരത്തിലുള്ള നികുതി ഘടനയിലെ മാറ്റമാണ് GST നടപ്പിലാക്കുക വഴി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അവശേഷിക്കുന്ന അധികാരങ്ങൾ പോലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ തീവെട്ടിക്കൊള്ള നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ വളരെ നല്ല നിലയിൽ ഈ സംഭവങ്ങൾ ഓരോന്നിനെയും നമുക്ക് വിശദീകരിക്കാനാവണം. ജനങ്ങളുടെ പൊതുസമ്പത്ത് കൊള്ളയടിച്ച് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് രാജ്യത്തെ വീതം വെച്ചെടുക്കാൻ BJP മുൻകൈ എടുക്കുമ്പോൾ, കോൺഗ്രസ് അതിനെ എതിർക്കാതിരിക്കുമ്പോൾ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുണ്ട്, തൊഴിലാളി വർഗത്തിനുണ്ട്. അതിനായുള്ള ആ സമരങ്ങളാണ് ഇന്നത്തെ ഇന്ത്യയെ ശക്തിപ്പെടുത്തേണ്ടത്. CPIM പാർട്ടി നേതൃത്വം നൽകുന്ന വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾ, ട്രേഡ് യൂണിയനുകൾ ആ നിലയിലുള്ള സമരങ്ങളിൽ കൂടുതൽ വ്യാപൃതമാവേണ്ട ഒരു സന്ദർഭമാണിത്. ജനങ്ങളിലേക്ക് കൂടുതൽ അണ്ടിറങ്ങാൻ, ഓരോ വിഷയങ്ങളെയും സൂക്ഷ്മതലത്തിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ പ്രതിരോധത്തിൻ്റെ വലിയ പതാകകൾ ഉയർത്തിക്കെട്ടി ഈ രാജ്യത്തെ സമ്പന്ന പ്രമാണിക്ക് വീതം വെച്ചെടുക്കാൻ അനുവദിക്കുകയില്ല എന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ CPIMന് സാധിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്, BJP എന്നാൽ തീവ്ര ഹിന്ദുത്വ വർഗീയ പാർട്ടിയാണ്. ഒരേ സമയം തീവ്ര വർഗീയതയും അതോടൊപ്പം ജാതി രാഷ്ട്രീയവും ഒരുപോലെ BJP ഉപയോഗപ്പെടുത്താറുണ്ട്. മുസ്ലിം വിരുദ്ധ മനോഭാവം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രവർത്തനങ്ങളും സംഘർഷങ്ങളും അവർ രൂപപ്പെടുത്താറുണ്ട്. അക്രമോത്സുക വർഗീയതയിൽ നിന്ന് അധികാരത്തിൻ്റെ വഴി കണ്ടെത്തുക എന്ന സമീപനമാണ് എല്ലാ കാലത്തും BJP ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇവിടെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇടതുപക്ഷം ഏറ്റെടുക്കേണ്ടതുണ്ട്. കേരളം ഇന്ത്യയിൽ മാതൃകയാവുന്നത് ഒരു തരം വർഗീയ സംഘർഷവും ഇവിടെ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ്. വർഗീയമായി ജനങ്ങളെ ചേരിതിരിപ്പിക്കാനുള്ള BJPയുടെ നിയമനിർമ്മാണങ്ങളെ, സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തെ കൃത്യമായി പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ CPIM ആണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ BJPക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു നിയമസഭാ മണ്ഡലം മുഖ്യമന്ത്രി പിണറായി ചൂണ്ടിക്കാട്ടിയതുപോലെ BJPയുടെ അക്കൗണ്ട് അത് പൂട്ടിക്കാൻ ഈ കേരളത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഇന്നത്തെ ഇന്ത്യയിൽ BJP അതിൻ്റെ കരുത്താകെ ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഈ കാലത്ത് വ്യത്യസ്തമായ വഴി എന്നാണ് കേരളം മുന്നോട്ട് വെച്ചത്. ജാതിമത വർഗീയത അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട
മുഖം നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നടത്തിയ പരിശ്രമങ്ങളെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനായി എന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. ഈ പാരമ്പര്യം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. വർഗീയമായി ജാതീയമായി ജനങ്ങളെ ചേരിതിരിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിനും കേരളം കൂട്ടുനിൽക്കില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാനാവണം. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഒരു ബിഷപ്പിൻ്റെ പരാമർശവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും മറ്റ് വർഗീയ ശക്തികളും വലുതോതിൽ പരിശ്രമിച്ചത്. സമാധാനം പുലരേണ്ട ഒരു സമയത്ത് സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു പരാമർശവും ഉണ്ടായിക്കൂടാ എന്ന നിലപാടാണ് CPIയും സ്വീകരിച്ചത്. കേരളത്തിലെ ജനങ്ങൾ അവരെ വർഗീയമായി ചേരിതിരിക്കാൻ ആര് പരിശ്രമിച്ചാലും മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ്. വർഗീയതയ്ക്ക് വളർന്നു പടരാൻ വഴിയൊരുക്കുന്ന ഒരു നിലപാടും ഈ നാട് സ്വീകരിക്കില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അഴീക്കോടിനെ അനുസ്മരിക്കുമ്പോൾ അതിപ്രധാനമായ ഒരു ലക്ഷ്യമായി നമ്മുടെ മുന്നിൽ അത് ഉയർന്നു നിൽക്കേണ്ടതുണ്ട്. വളരെ വലിയ തോതിൽ ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കാൻ നമ്മുടെ സമൂഹത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ ചേരി പരിശ്രമിക്കുന്ന ഒരു സന്ദർഭമാണിത്. ആ സമയത്താണ് കേരളത്തിൽ ഇടതുപക്ഷ തുടർഭരണം ഉണ്ടായത്. വലിയ മുന്നേറ്റം നമുക്ക് നേടാൻ സാധിച്ചിരിക്കുന്നു. കേവലമായ അംഗബലം കൊണ്ട് ആസൂത്രണം ചെയ്തെടുക്കുന്ന ഒന്നല്ല ഇത്. വളരെ വ്യാപ്തിയുള്ള ആശയരാഷ്ട്രീയ ഉള്ളടക്കത്തിൽ നിന്ന് ഒരു സമൂഹത്തെ എല്ലാതരം പ്രതിലോമതയ്ക്കുമെതിരെ ഒന്നിപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് കേരളത്തിലെ CPIM ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂർത്തീകരിച്ചത്. പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം അതുവഴി CPIMന് വന്നു ചേർന്നിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതീക്ഷകൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ എല്ലാ നിലയിലും ഗവൺമെൻറ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഭൗതികമായ മുന്നേറ്റം, അടിസ്ഥാന സൗകര്യ മേഖലയിലെ വളർച്ച, തൊഴിൽ നൈപുണ്യം, ഒരു പുതുതലമുറയുടെ ജീവിത സ്വപ്നങ്ങൾക്ക് സാഫല്യം നൽകാൻ കഴിയുന്ന വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ആ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. CPIM ഈ ഉത്തരവാദിത്വം അതീവ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. പാർട്ടിയുടെ 5 ലക്ഷത്തോളം വരുന്ന അംഗങ്ങൾ CPIM ജനങ്ങൾക്ക് നൽകിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്ന നല്ല കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ മുൻകൈ എടുത്ത് പ്രവർത്തിക്കും എന്ന് നമുക്ക് ഉറപ്പാക്കാനാവണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ അടിത്തറയുടെ വിപുലീകരണം എന്നത് അതിപ്രധാനമാണ്. ആ ജനകീയ അടിത്തറ വിപുലീകരിക്കപ്പെടുന്നത് ജനങ്ങൾക്കിടയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളുടെ ത്യാഗനിർഭരമായ സാമൂഹ്യ ഇടപെടലിലൂടെയാണ്. കേരളം എല്ലാ നിലയിലും ഇന്ത്യയിൽ ഒന്നാമതെത്തും എന്നുറപ്പാക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ്
നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 5 വർഷം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം ഇന്ത്യക്കാകെ മാതൃകയാണ്. ഇപ്പോൾ നാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻ മാറ്റമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. കേരളത്തിൻ്റെ റോഡുകൾ രാജ്യാന്തര നിലവാരമുള്ളതാക്കാൻ, വേഗതയേറിയ തീവണ്ടിപ്പാത നിർമ്മിക്കാൻ, മൂലധനം കേരളത്തിലേക്ക് ആകർഷിക്കാൻ, പൊതുമേഖലയെ പരിരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ, ആ നിലയിലാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തന മുൻഗണനകളെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സമീപനത്തെയാണ് ബദൽ നയം എന്ന നിലയിൽ നാം ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയിലെ ബൂർഷ്വാ രാഷ്ട്രീയ ശക്തികൾ തീവ്ര സ്വകാര്യവൽക്കരണത്തെ പിന്താങ്ങുമ്പോൾ, നടപ്പിലാക്കുമ്പോൾ ബദൽ നയം ഉയർത്തിപ്പിടിച്ച് ജനജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്ന നിലപാടിലേക്കാണ് CPIM മുന്നോട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി രാജ്യത്തുണ്ടാവുന്ന ഓരോ ചലനങ്ങളെയും നമുക്ക് തിരിച്ചറിയാനാവണം. വർഗീയമായി ജനങ്ങളെ ചേരിതിരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. കേരളം വ്യത്യസ്തമായ ഒരു മാതൃക കാട്ടുമ്പോൾ കേരളത്തിലേക്ക് മൂലധനം ഒഴുകിയെത്തും. തൊഴിൽ നൈപുണ്യമുള്ള ഒരു തലമുറ കേരളത്തിൽ രൂപപ്പെടുമ്പോൾ മുൻകാലങ്ങളിൽ നാം രൂപപ്പെടുത്തിയ കേരള മാതൃക, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെല്ലാം ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തിൻ്റെ ഒരു പുതുചരിത്രം ആഗോളവൽക്കരണ കാലത്ത് ബദൽ നയം ഉയർത്തിപ്പിടിച്ച, അതുവഴി ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റത്തിൻ്റെ വഴി വെട്ടിത്തെളിക്കുക കൂടിയാണ് ഇന്ന് കേരളം നിർവഹിക്കുന്ന രാഷ്ട്രീയ ദൗത്യം. ആ നിലയിൽ സമഗ്രമായ മുന്നേറ്റം എല്ലാ തലത്തിലും ഉണ്ടാക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് എല്ലാ കാലത്തും ഒരുപോലെ മുന്നേറുക എന്ന നിലയിൽ നാം കണ്ടുപോകരുത്. കയറ്റിറക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അതിനെ കൂടി മുറിച്ചു കടക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പാർട്ടി മികച്ച പാർട്ടിയാവുന്നത്. പാർട്ടിയുടെ ആശയ രാഷ്ട്രീയ ഉള്ളടക്കം എന്നത് അതിപ്രധാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആക്ടിവിസ്റ്റുകളും മാതൃകാപരമായ പൊതുജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന എല്ലാ പ്രതിലോമ പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്നത് ഇന്ന് അതിപ്രധാനമാണ്. ആ നിലയിൽ വലിയ മാറ്റം അനിവാര്യമായ ഒരു കാലമാണിത്. കേരളത്തെ നാം തയ്യാറെടുപ്പിക്കുന്നത് പുതിയ കാലത്തിനനുസൃതമായ ഒരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും പുരോഗതി എത്തിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. മതജാതി വർഗീയ ശക്തികളുടെ സ്വാധീനത്തിന് വഴങ്ങാത്ത കേരളത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ്. അഴീക്കോടിൻ്റെ രക്തസാക്ഷിത്വം അടിത്തറ പണിതത് ആ നിലയിൽ മനുഷ്യത്വത്തിൻ്റെ മഹോജ്വലമായ മുഖം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായും ആ ദിശയിലേക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ CPIM നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് പരിശ്രമിക്കുന്ന ഒരു സന്ദർഭമാണിത്. ആ നിലയിൽ നാം ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ ചുമതലകളെ സംബന്ധിച്ചിടത്തോളം CPIM സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുപ്പ് വിശകലനത്തിന് ശേഷം കൃത്യമായ ഒരു മാർഗനിർദ്ദേശ രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ വൻ വികസന കുതിപ്പിൻ്റെ നേതാക്കളായി, മതജാതി വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ പ്രതിരോധ കേന്ദ്രമായി കേരളത്തെ മാറ്റുന്നതിന് പോരാളികളായി കേരളത്തിലെ CPIM പ്രവർത്തിക്കേണ്ടതുണ്ട്.
വലിയ തോതിലുള്ള അപവാദ കഥകൾ, തെറ്റായ പ്രചരണങ്ങൾ, ഇവയെല്ലാം നമ്മുടെ പാർട്ടിക്കെതിരായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ തീവ്ര ഹിന്ദുത്വ ശക്തികളും BJPയും പരിശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ എല്ലാ വർഗീയതയുമായി സന്ധി ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയോട് പോലും സന്ധി ചെയ്യാൻ അവർ മടി കാണിച്ചിട്ടില്ല. ഒരു പ്രതിലോമ ആശയ പരിസരത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. നമുക്ക് ഇതിനെ മുറിച്ചു കടക്കാനാവണം. തൊഴിലാളി വർഗ രാഷ്ട്രീയം എന്നത് ഈ ലോകത്തിൻ്റെ പുരോഗതിയിലെ ഉജ്ജ്വലമായ ചരിത്ര മുന്നേറ്റത്തിൻ്റെ വഴികാട്ടിയാണ്. ഇപ്പോഴും നമ്മൾ ഇടതുപക്ഷ മേധാവിത്വത്തിൻ്റെ എതിർപക്ഷത്ത് വലതുപക്ഷ ശക്തികൾ വലിയ തിരഞ്ഞെടുപ്പ് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയതിനെ ഈ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. പക്ഷേ ഇന്നലെ പഴയ റഷ്യയിൽ നിന്ന് വന്ന തിരഞ്ഞെടുപ്പ് വാർത്തകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. 20% ജനങ്ങൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒപ്പം നിന്നു എന്നുള്ളതാണ്. അട്ടിമറിക്കപ്പെട്ട ഒരു ജനവിധിയുടെ മുന്നിലാണ് ഇത്രയേറെ പിന്തുണ ഇടതുപക്ഷത്തിന് സമാർജിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ വഴിയാണ് അതിൽ ദൃശ്യമാകുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ നന്മകളെ ഉയർത്തിപ്പിടിക്കുന്നു. മുതലാളിത്തവും ആഗോളവൽക്കരണവും സൃഷ്ടിച്ച വലിയ പരിമിതികളിൽ പാവപ്പെട്ടവരാകെ കീഴ്പ്പെടും എന്നല്ല, ഇതിനെയും തൊഴിലാളി വർഗം മുറിച്ചു കടക്കും എന്ന ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്. ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം പിടിമുറുക്കിയിരിക്കുന്നു. ഒരു പ്രതിരോധ ദൗത്യം സൃഷ്ടിക്കാൻ കോൺഗ്രസിനാവുന്നില്ല. കീഴ്പ്പെടലിൻ്റെ രാഷ്ട്രീയമാണത്. പക്ഷേ ഇന്ത്യയിലെ തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിൽ CPIM അതിൻ്റെ കരുത്താകെ സംഘപരിവാറിനെ ഇന്ത്യയുടെ അധികാര കേന്ദ്രത്തിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തും. BJP തീവ്ര വർഗീയതയിലേക്ക് പോവുകയാണ്. തെറ്റായ പ്രചരണങ്ങൾ നടത്തുക. നമ്മൾ കേരളത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. എത്രയോ മനുഷ്യർക്ക് ഭക്ഷ്യക്കിറ്റുകൾ നമ്മൾ കൊടുത്തു. എന്നാൽ BJP ഒരേ ഒരിക്കലാണ് ഭക്ഷ്യക്കിറ്റ് കൊടുത്തത്. ആ കിറ്റിൽ നിറയെ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളായിരുന്നു. ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളതിൽ കാണുന്നത്. തുടർച്ചയായ സഹായങ്ങൾ നൽകുന്നില്ല എന്നത് വ്യക്തവുമാണ്. നമ്മൾ എത്രയോ മാസങ്ങളായിട്ടാണ് ഈ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. കൊറോണ കാലത്ത് COVID-19 അഭിമുഖീകരിക്കുമ്പോൾ മുഴുവൻ ജനങ്ങളെ ഒന്നിപ്പിക്കുകയാണ് കേരളം ചെയ്തത്. വർഗീയതയ്ക്കെതിരായി മുഴുവൻ ജനങ്ങളെ ഒന്നിപ്പിക്കുകയാണ് കേരളം ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്ത് പേമാരിയും വെള്ളപ്പൊക്കവും വന്നപ്പോൾ മുഴുവൻ ജനങ്ങളെ ഒന്നിപ്പിക്കുകയാണ് കേരളം ചെയ്തത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നാടിനെ ഒന്നിപ്പിച്ചുകൊണ്ട് ഈ കാലം നമ്മുടെ മുന്നിൽ ഏൽപ്പിക്കുന്ന വലിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്താൻ ത്യാഗനിർഭരമായി പ്രവർത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് CPIMന് ഇപ്പോഴുള്ളത്. സഖാവ് അഴീക്കോടിനെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെ തകർക്കാൻ 4 മേഖലകളിൽ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും അതിജീവിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ ഈ രക്തപതാകയാണ് ഭാവി കേരളത്തിൻ്റെ വഴികാട്ടി എന്ന തിരിച്ചറിവിൽ ഇന്ത്യയിലാകെ വലിയ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഒരു പുതിയ കാലം സൃഷ്ടിക്കാൻ നമുക്കാവണം. 27-ാം തീയതി കർഷക പ്രക്ഷോഭത്തിൻ്റെ 1ാം വാർഷികം വരികയാണ്. ഇന്ത്യ കണ്ട വലിയ സമര മുഹൂർത്തങ്ങളാണ് അതെല്ലാം. വിദ്യാർത്ഥികളുടെ സമരങ്ങൾ, തൊഴിലാളികളുടെ സമരങ്ങൾ, കൃഷിക്കാരൻ്റെ സമരങ്ങൾ ഒരു കാര്യം തെളിയിക്കുന്നുണ്ട്. പാർലമെൻറ്റിനകത്ത് മാത്രമല്ല ജനങ്ങളുടെ ശബ്ദം മുഴങ്ങുന്നത്, ഈ തെരുവിൽ കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻറ്റിനകത്തും തെരുവിലും ജനങ്ങളെ നയിക്കുന്ന പ്രസ്ഥാനമാണ്. വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അഴീക്കോടിനെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ അത്തരം മഹാപോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കാൻ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും സ്വയം ആത്മസമർപ്പണം നടത്തണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക.